ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് കുറച്ച് ഇമോഷണലി നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു എപ്പിസോഡാണ്. ഭയങ്കരമായിട്ട് ഒരു സാഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ വരുണ് ശ്യാമയുടെ വീട്ടിലേക്ക് അങ്ങ് വരികയാണ്. അതും ഒരു മുൻകൂറായിട്ട് ഒന്നും പറയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ അങ്ങ് കാറും എടുത്ത് ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ശ്യാമയാണെങ്കിൽ ആ ഫിദാവയുടെ മേശത്തിലൊന്നും അല്ലാതെ തന്നെ അവിടെ സിറ്റൗട്ടിൽ അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് വരുണ് ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് അങ്ങ് കയറി വരുമ്പോൾ തന്നെ ശ്യാമ പെട്ടെന്ന് അകത്തേക്ക് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു പാരിശ്രമമായി അവിടെ തുടരുകയാണ്. കാരണം അവന് പെട്ടെന്ന് പോകുന്ന ആ അകത്തേക്ക് പോകുന്ന സമയം കൊണ്ട് തന്നെ അവന് അവിടെ ശ്യാമയുടെ മുന്നിലെത്താണ്. അപ്പോൾ ശ്യാമനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ ഫിദനെ ഒന്ന് കാണാൻ വന്നതാണ്, ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ അകത്ത് കയറുന്ന സമയത്ത് വരുന്നു പറയുന്നുണ്ട്, അങ്ങനെ ശ്യാമ മേഡം വിളിക്കാൻ പോകണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം, വരും നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോയിട്ട് വീടിനകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ തന്നെ ശ്യാമ ആകെ പെട്ടുപോയ അവസ്ഥയാണ്. കാരണം ഇവനാണെങ്കിൽ ഇവൻ്റെ അടുത്തുനിന്ന് പോകാൻ സമ്മതിക്കുന്നുമില്ല, ഫിദനെ കാണണം എന്നും പറയണേ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഫിദ മേഡത്തിനെ കണ്ടിട്ട് എവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ ഇവൻ പറയണേ. ആ സമയത്താണ് ആരതിയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടിട്ട് ഇവരോട് പറയുന്നുണ്ട്, അല്ല ഫിദാമ്മയുടെ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ഏടത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഏടത്തി പറയുന്നുണ്ട്, അത് ഫിദാമ്മയുടെ പെട്ടെന്ന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണ്, എങ്ങോട്ടാന്ന് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. ശ്യാമയുടെ മുഖത്താണെങ്കിൽ കുറച്ച് നല്ല പരിഭവം ഉണ്ട്. ഇവൻ്റെ ഈ ഒരു ആവശ്യം കേട്ടപ്പോൾ തന്നെ ശ്യാമക്ക് നല്ല പേടി കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആരതിയുടെ മുഖത്ത് ഒരു പേടിയില്ല, അവൾ ഒരു പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം ആരതിക്ക് മുൻകൂറായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫിദ മേഡത്തിൻ്റെ ആ പർദ്ദയും ആ തട്ടമൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുപോവാ, എനിക്കൊന്ന് കാണാനാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ എടുത്തിയൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല അതൊക്കെ എന്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അത് എനിക്ക് ശ്യാമ മേഡത്തിനൊന്ന് ഇട്ട് കൊടുക്കാനാണ്. കാരണം ശ്യാമ മേഡം ആ വസ്ത്രം ഇട്ടാൽ മേഡത്തിന് അത് ഫിറ്റ് ആവുമോ എന്നൊക്കെ ഒന്ന് എനിക്ക് കാണണം, അല്ലെങ്കിൽ മേഡത്തിന് അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും, അല്ല മേഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ ഒരു ആക്കി സംസാരിക്കണേ. അപ്പോൾ ആ സമയത്ത് തന്നെ ശ്യാമ ചോദിക്കുന്നുണ്ട്, അല്ല വരുൺ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ കാര്യങ്ങളൊക്കെ പറയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഫിദ മേഡത്തിൻ്റെ വേഷത്തിൽ കിട്ടിയിട്ട് ശ്യാമ തന്നെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ ഇതൊക്കെ കുറേ മുന്നേ തന്നെ ഞാനത് കണ്ടെത്തിയതാണ്. കണ്ടെത്തിയ സമയത്ത് തന്നെ കയ്യോടെ പൊക്കി ഞാൻ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. നിങ്ങൾ രാധികനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഒരു അമ്മ മകൾ ബന്ധം പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് പോലെയൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ വരുണ് പറയാണ്. ആ സമയത്ത് പിന്നെ നമ്മുടെ ആതിര അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ആതിര ആരതി അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അത് പിന്നെ വരുണ് എല്ലാ കാര്യങ്ങളും കുറച്ച് മുന്നേ തന്നെ മനസ്സിലാക്കിയിരുന്നു, അവന് എല്ലാ കാര്യങ്ങളും അറിയാം, ഫിദ മേഡത്തിൻ്റെ വേഷം കെട്ടിയിട്ട് നമ്മുടെ ശ്യാമ മേഡം ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവനറിയാം, അവനിത് കുറേ മുന്നേ കണ്ടെത്തിയതാണ്, ഈ കാര്യങ്ങളൊക്കെ അവൻ എന്നോട് സംശയം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് ഇവനിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം വരുണ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞതാണ്, ഫിദ മേഡത്തിൻ്റെ വേഷത്തിൽ ശ്യാമായിരുന്നെന്നും ശ്യാമ ഫിദ മേഡത്തിൻ്റെ വേഷത്തിൽ രാധികനെ സ്നേഹിക്കുന്ന കാര്യങ്ങളും എല്ലാം എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ഇപ്പം പറയാണ്. അപ്പോൾ അവൻ ലാസ്റ്റ് പറയുന്നുണ്ട്, എന്തായാലും ശ്യാമ മേഡം പേടിക്കണ്ട, ഞാൻ ഇതുവരെ ആയിട്ട് അവളോട് പറഞ്ഞിട്ടില്ല ശ്യാമ മേഡം ആണ് ഈ ഫിദയുടെ ഉള്ളിൽ എന്നൊന്നും ഞാൻ അവളോടൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല, അക്കാര്യത്തിൽ ഒരു പേടി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ശ്യാമക്കൊരു ആശ്വാസമാവാണ്. ഹാവു എന്നൊക്കെ പറഞ്ഞൊരു നെടുവേർപ്പിടുകയാണ്. കാരണം ഇതുവരെയുള്ള ആ ഒരു ഒളിച്ചു കളി എന്തായാലും തകർന്നു പോയിട്ടില്ല എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ശ്യാമ. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു കാര്യം അറിയണം, നിങ്ങൾ തന്നെയാണ് അവളുടെ യഥാർത്ഥ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് അവളുടെ അമ്മ, ഞാനാണ് അവളെ യഥാർത്ഥ അമ്മ. പക്ഷേ എൻ്റെ മകൾ എൻ്റെ അടുത്ത് നിന്നിട്ട് പോലും എനിക്ക് അവളൊന്ന് തുറന്ന് സംസാരിക്കാനോ ഒന്നിനും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശ്യാമ ഇങ്ങനെ ഇമോഷണലായി സംസാരിക്കാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അപ്പോൾ ശ്യാമയുടെ ഒരു കാര്യത്തിലും വിഷമിക്കണ്ട, ഈ രാധികനെ ശ്യാമയായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ ഞാനും ഉണ്ട് ഇനി നിങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് അവളെ നിങ്ങളുടെ കൈകളിൽ തരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, അക്കാര്യത്തിൽ ഇനി ഒരു പേടി വേണ്ട, ഞാൻ തന്നെ
കാരണം ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ അവർക്ക് വാക്ക് കൊടുക്കണം. അപ്പോൾ ശ്യാമക്കും ഏടത്തിക്കും എല്ലാവർക്കും നല്ല സന്തോഷമാവാണ്. കാരണം ഇവരെ കൂടെ തന്നെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇവർക്കൊരു ആശ്വാസം വരികയാണ്. പക്ഷേ ഇവനൊരു കാര്യം പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് സത്യം അറിയണം, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേഷം കിട്ടിയത്? അല്ല, നേരിട്ട് അവളുടെ മുന്നിൽ ചെല്ലാതെ ഇങ്ങനെ ഒരു പർദ്ദയൊക്കെ ധരിച്ച് ഒരു ആൾമാറാട്ടം പോലെ ഇവിടെ മുന്നിൽ ചെന്നിട്ട് വേറൊരാളെ രൂപത്തിൽ ഇങ്ങനെ അവളിങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവളെ കൂടെ കൂട്ടി നല്ല നെഞ്ചോട് ചേർക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള തക്കതായൊരു കാരണം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ കാരണം എന്താണെന്ന് എന്നോട് പറയണം എന്ന് ഇവളിങ്ങനെ തുറന്ന് ഇവൻ ചോദിക്കുകയാണ് ശ്യാമനോട്. അപ്പോൾ ശ്യാമ ഇവനോട് പറയുന്നുണ്ട്, വരുൺ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൂജാമുറിക്ക് പോവാണ്. ആ പൂജാമുറിയിൽ നിന്ന് നേരെ അഖിൽ സാറിൻ്റെ ഫോട്ടോ ഒക്കെ മാലയിട്ട് വെച്ച ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അവന്. അപ്പോൾ അവനോട് പറയണ്ടേ, ഇതാണ് രാധികയുടെ അച്ഛന്, എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവൻ അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. രാധികയുടെ അച്ഛൻ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ആകാംക്ഷയൊക്കെ അവൻ്റെ മുഖത്ത് എന്തായാലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാധികനെ പറ്റി ഇങ്ങനെ ഈ ശ്യാമ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ശ്യാമ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം അവളുടെ അച്ഛനെ നേരിട്ട് കാണിച്ചു കൊടുത്തതാണ്, പക്ഷേ അത് അവളുടെ അച്ഛനാണെന്ന് അവൾക്ക് അറിയത്തില്ല. ഒരു ദിവസം അവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ശ്യാമ പഴയ കഥകളൊക്കെ പറയാണ്. അവർ കഴിഞ്ഞു പോയ ഇതുവരെ എത്തിയ എല്ലാ സംഭവങ്ങളും ശ്യാമ അങ്ങനെ തുറന്ന് പറയാണ്. ശ്യാമ പറയുന്നുണ്ട്, അവർ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ അവർ ശത്രുക്കൾ നന്നായിട്ട് അവരെ ഉപദ്രവിച്ചിരുന്നു. ഐശ്വര്യടുത്തിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശത്രു. അവരുടെ പിന്നിലുള്ള ഗുണ്ടകളും എല്ലാം കൂടി നന്നായിട്ട് ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം തുറന്ന് പറയാണ്. പിന്നെ പൂർണ്ണ ഗർഭിണിയായ സമയത്ത് അവർ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു എന്നും, പിന്നെ വേദന വരുന്ന ആ പ്രസവത്തിൻ്റെ വേദന വരുന്ന സമയത്തൊക്കെ ഇവർ നന്നായിട്ട് ഉപദ്രവിച്ച ആ സമയത്തും അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ഉപദ്രവം കൊണ്ട് അവർ കാട്ടിലകപ്പെടുന്നതും, പിന്നെ ആ കാട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു വീട്ടിൽ കയറി പ്രസവ വേദന വന്ന് വരുണല്ല അഖിൽ സാറും കൂട്ടിനുണ്ടായിരുന്നു. അവർ ഒരുപാട് അക്രമികളൊക്കെ ആക്രമിക്കാൻ വന്ന സമയത്ത് ആ വീട്ടിൽ കിടന്ന് പ്രസവിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ ഇമോഷണലായി അങ്ങനെ പറയുകയാണ്. അതിൻ്റെ ഇടയിൽ ശ്യാമക്ക് ഭയങ്കര കരച്ചിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ വേദന വന്ന് ആ വേദനയുടെ ഇടയിൽ ഈ ശത്രുക്കൾ പിന്നാലെ ഉണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ ഇടയിലും ആ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞതിൻ്റെ ആ ഒരു കരച്ചിൽ കേൾക്കുന്ന ആ ഒരു നിമിഷം ഇങ്ങനെ ഈ ശ്യാമ ഓർക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ എല്ലാ സങ്കടങ്ങളും എല്ലാ പേടിയൊക്കെ ശ്യാമക്ക് മാറുകയാണ്. അപ്പോൾ ശ്യാമ ആ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് അഖിൽ സാർ ആ ഒരു മാല എടുത്തിട്ട് ആ കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ച് കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് കരയുമ്പോൾ ഈ ശ്യാമ ആകെ പേടിക്കുന്നുണ്ട്. കാരണം ശത്രുക്കളാണെങ്കിൽ പുറത്തുണ്ട്, ചെറിയ കുട്ടിയാണ്, കരഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇവരെ കണ്ടെത്താം എന്നുള്ളൊരു ഭയം ഇവർക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ കാടിലൂടെ അങ്ങ് ഓടുകയാണ്. അപ്പോൾ ഓടി ഒരുപാട് അങ്ങനെ ഇവർ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ശത്രുക്കൾ പിന്നാലെ എത്തി അഖിൽ സാറിൻ്റെ പിറകെ വന്ന് വെട്ടുകയാണ്. അപ്പോൾ ആ വെട്ടങ്ങ് കൊള്ളുന്ന സമയത്ത് ശ്യാമ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ ഒരു കയ്യിൽ കുഞ്ഞും ഒരു കയ്യിൽ അഖിൽ സാറിനെ പിടിക്കുകയും ചെയ്യുകയാണ് ഈ ശ്യാമ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ശത്രുക്കൾ വെട്ടി നുറുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അഖിൽ സാർ ഇവളോട് ഓടി രക്ഷപ്പെടാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൾ അതിന് അഖിലിനെ ഒഴിവാക്കിയിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് ഓടുന്നില്ല. കാരണം അവരുടെ ഒരു ജീവൻ്റെ പാതിയാണ് അവിടെ വെട്ടി നുറുങ്ങി വീഴുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരിക്കലും ശ്യാമ അതൊക്കെ വിട്ട് പോകുന്നില്ല. ശ്യാമ അവിടെ കിടന്ന് അങ്ങ് കരയാണ്. അപ്പോൾ ഈ ശത്രുക്കളാണെങ്കിൽ അവനെ വെട്ടി തീർത്തതിന് ശേഷം ശ്യാമനെ ആക്രമിക്കുകയാണ്. ശ്യാമനെ ആക്രമിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് അവരങ്ങ് പോവാണ്. അപ്പോൾ ഇവൾ ഒരുപാട് കരയുന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ അവർ അബോധാവസ്ഥയിലൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഐശ്വര്യടത്തിനോട് ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐശ്വര്യടത്തി ഇങ്ങനെ ഫോൺ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് അവരെ തീർത്ത് കാര്യങ്ങൾ, ഇനി എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ശത്രുക്കളോട് വിളിച്ച് പറയുന്നതും അവരുടെ പ്ലാനിങ് എല്ലാം ഇങ്ങനെ വർക്കൗട്ട് ആകുന്ന സമയത്ത് ഈ ശ്യാമ ഈ ഐശ്വര്യടത്തിയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം, എനിക്ക് എൻ്റെ കുഞ്ഞ് വേണം, അഖിൽ സാറിനെ നിങ്ങൾ എടുത്തു, അഖിൽ സാറിൻ്റെ ജീവനൊക്കെ പോയി, ഇനി എനിക്ക് ആകെയുള്ളത് ആ കുഞ്ഞാണ്, ആ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തും തരും, എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവൻ വേണമെങ്കിലും തരാം, ആ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു താ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടെ കിടന്നങ്ങ് കരയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ ഐശ്വര്യക്ക് ഭയങ്കരമായിട്ട് ആ മുഖത്ത് ഭയങ്കര സന്തോഷം വരികയാണ്. അവർക്ക് അതൊക്കെ ആ ഒരു സങ്കടം, അവളുടെ ആ ഒരു സങ്കടം കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്ന ആ ഒരു ഇമോഷണലൊക്കെ ശരിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐശ്വര്യ അവസാനം ഇവൾ കരഞ്ഞ് കാല് പിടിക്കുകയാണ് ശ്യാമ, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു താ, ഞാൻ എന്ത് വേണമെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന എന്തും ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ
ഈ ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തും തരാം എന്നാണെങ്കിൽ ഞാൻ നിൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ തരാം, എന്താണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഐശ്വര്യ അടുത്ത് പറയുന്നുണ്ട് അവരുടെ അച്ഛനും അമ്മയും എഴുതി വെച്ച ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എഴുതി വെച്ച സർവ്വ സ്വത്തുക്കളും ഐശ്വര്യയുടെ പേരിൽ എഴുതി വെക്കണം എന്ന് പറയാണ്. അപ്പോൾ ശ്യാമ ആ സ്വത്തുക്കളെക്കാട്ടിലും എത്രയോ മടങ്ങ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ജീവനാണ് അവൾക്ക് സ്വത്തിനെക്കാട്ടിലും വലുത്. അവൾ അതിൻ്റെ മുന്നേ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ശ്യാമനോട് ഇവൾ ഈ ആവശ്യം പറയുന്നത്. ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ച് സർവ്വ സ്വത്തുക്കളുമാണ് ഈ ഐശ്വര്യ ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് തന്നെ ശ്യാമ അതിന് തയ്യാറാവാണ്. ഞാൻ എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്ക് തരാം, എൻ്റെ കുഞ്ഞിനെ മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി, എൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അതൊരു ഓർഫനേജിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോണിലൂടെ ഒക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ കുഞ്ഞ് ഓർഫനേജിൽ കിടക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇവർ വേഗം ആ സ്വത്ത് കൈമാറാനുള്ള പേപ്പറും കാര്യങ്ങളും ഒക്കെ അവൾക്ക് കൊടുത്ത് ആ ഒരു സൈൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ശ്യാമ ഒന്നും നോക്കാതെ, ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ സ്വത്തുക്കളുടെ ആ ഒരു പേപ്പർ മുഴുവൻ ഐശ്വര്യയിടത്തേക്ക് തന്നെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ എഴുതി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഐശ്വര്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഐശ്വര്യക്ക് കിട്ടിക്കഴിഞ്ഞ്. അപ്പോൾ ഇനി കുഞ്ഞിൻ്റെ ജീവനും അവരുടെ കയ്യിലുമാണ്. അപ്പോൾ ശ്യാമക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കിട്ടിയാൽ മതിയെന്നാണ്. അപ്പോൾ ഈ ഐശ്വര്യ നേരെ ഈ ശ്യാമനെ കൊണ്ട് ആ ഓർഫനേജിൽ പോവാണ്. അപ്പോൾ ഓർഫനേജിൽ ആ ഒരു സിസ്റ്ററോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാനുള്ള പ്രൊസീജിയറൊക്കെ നടത്താണ്. അപ്പോൾ കുഞ്ഞിനെ കഴുത്തിൽ മാലയുള്ള ആ ഒരു കുഞ്ഞ് അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമക്ക് ആദ്യം നല്ല സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ ഈ സിസ്റ്റർ നേരെ ഇവളെയും കൊണ്ട് നേരെ ആ കുഞ്ഞിങ്ങനെ കിടത്തിയിരുന്ന റൂമിൽ അങ്ങ് കയറുകയാണ്. അപ്പോൾ കയറി കഴിയുന്ന സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ ആ തൊട്ടിൽ അവൾ ശ്യാമ വേഗം ഓടിപ്പോയിട്ട് തൻ്റെ സ്വന്തം കുഞ്ഞിനൊന്ന് കാണാനുള്ള കൊതി കൊണ്ട് അങ്ങ് ഓടിപ്പോയിട്ട് ആ തൊട്ടിൽ അങ്ങ് മറിച്ച് നോക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അവളാകെ തകരുകയാണ്. അപ്പോൾ ശ്യാമയാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് ആ സിസ്റ്ററോട് ഇങ്ങനെ കാല് പിടിച്ച് ചോദിക്കണം, എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ കുഞ്ഞിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് എൻ്റെ കുഞ്ഞിനെ വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സിസ്റ്റർ പറയുന്നുണ്ട്, മേഡം കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു, ഇതുവരെ ഒരു മിനിറ്റ് മുന്നേ വരെ കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു, കുഞ്ഞ് അങ്ങോട്ട് പോയതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയാണ്. പക്ഷേ ശ്യാമക്ക് അതൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവൾ കരഞ്ഞൊരു വിധം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഐശ്വര്യയാണെങ്കിൽ ആരും കാണാതെ ഒരു കൊട്ടേഷൻ കൊടുത്ത ഒരാളെ കയ്യിലാണ് ആ കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിനോട് ഈ ഐശ്വര്യം മുന്നപ്പോൾ തന്നെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഇയാൾ വരികയാണ്. അപ്പോൾ ഈ ഐശ്വര്യനോട് ഇയാൾ പറയുന്നുണ്ട്, ഞാൻ ആ കുഞ്ഞിനെ അവർ വരുന്നതിന് മുന്നേ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ്. അപ്പോൾ ഇയാളോട് ഐശ്വര്യ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി, പിന്നെ ഞാൻ എനിക്ക് കുറച്ച് പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ ഒരു പൈസയുടെ കെട്ടൊക്കെ എടുത്ത് ഇയാൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇയാളോട് പറയുന്നുണ്ട്, ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ അങ്ങനെ പറയണേ, ഇത് നീ ഇതുവരെ ചെയ്ത പ്രവർത്തികൾക്കൊക്കെ ഉള്ള ഫലമാണ് ഞാൻ നിനക്ക് തരുന്ന ഈ പൈസ. പിന്നെ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞേക്ക്, ഇനി ഈ കുഞ്ഞിൻ്റെ ജീവൻ പോലും ഉണ്ടാകാൻ പാടില്ല, ആ കുഞ്ഞ് ഈ ലോകത്ത് ജീവിച്ചിരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ അടുത്ത് ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ കൊല്ലാൻ പറയുമ്പോഴും ഈ വില്ലൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് വില്ലൻ്റെ കയ്യിലാണെങ്കിലും ഇയാൾക്കൊരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഒരു പിഞ്ചു കുഞ്ഞല്ലേ, എങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് ആർക്കും ആ ഒരു നിഷ്കളങ്കമായ മുഖത്ത് നോക്കുമ്പോൾ അതിന് കഴിയില്ല. അതുപോലെ തന്നെയായിരുന്നു ഇയാളെ മനസ്സിലും. അയാൾക്കും അതിനൊന്നും കഴിയാതെ ചെറിയൊരു പതറലൊക്കെ അയാളുടെ മുഖത്തുണ്ടെങ്കിൽ അയാൾ അതൊന്നും ഐശ്വര്യയുടെ മുഖത്ത് എക്സ്പ്രസ് ചെയ്യാതെ ഐശ്വര്യനോട് ഓക്കെ കൊന്ന് കളയാം എന്നൊക്കെ പറഞ്ഞ് ആ പൈസയും വാങ്ങിയിട്ട് അങ്ങ് പോവാണ്. ഇയാൾ ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ നടന്ന് ഒരു പുഴവക്കത്ത് എത്തുകയാണ്. അപ്പോൾ പുഴവക്കത്ത് എത്തിയിട്ട് ഇയാൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊന്നു കളയാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇയാളൊരു പാത്രത്തിൽ ഒരു കൊട്ടയിൽ ഈ കുഞ്ഞിനെ ആക്കിയിട്ട് ആ പുഴയിൽ ഒഴുക്കി വിടാൻ അയാൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പുഴയിൽ അങ്ങനെ ആ കൊട്ടയിൽ അങ്ങനെ ആ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് ആ കുഞ്ഞും അങ്ങനെ ഒഴുകി പോവുകയാണ്. അങ്ങനെ ഒഴുകിപ്പോയ ആ കുഞ്ഞിനെയാണ് ദേവനാരായണന് കിട്ടുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തുക എന്നതാണ് ഈ രാധികനെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ ശ്യാമ വരുണിനോട് പറയാണ്. അവൻ വരുണി ഈ കഥകളൊക്കെ അങ്ങനെ അറിയാണ്. അപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശ്യാമ ഭയങ്കരമായിട്ട് ഇമോഷണലാവുകയാണ്. എൻ്റെ കുഞ്ഞ് കാരണം ഞാൻ അവളെ അത്രയും സ്നേഹിച്ച്, അവളെ ഇതുവരെ ഒരുപാട് അലഞ്ഞ് നടഞ്ഞ് ഞാൻ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റുകൾ ഇത് മാത്രമാണ്. അവസാനം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി. അങ്ങനെ ഞാൻ കണ്ടെത്തിയ കുഞ്ഞിനെ എനിക്ക്
ഒന്ന് വാരി പുണരുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ. അവളെ ഞാൻ അടുത്തെത്തി അവളോട് ഞാനിന്ന് സംസാരിക്കാൻ നടന്നപ്പോൾ അവളെന്നോട് പറഞ്ഞത് അവളുടെ അമ്മയെ വെറുപ്പാണെന്നാണ്. അവളുടെ അമ്മയെ അവളെ ഒരിക്കലും അംഗീകരിക്കില്ല, അവളോട് അത്രയും വെറുക്കുന്ന ഒരാളാണ് അവളുടെ അമ്മ എന്ന് അവളുടെ നാവിന്ന് വന്ന സമയത്ത് അവർ തകർന്നു പോയതാണ്. ഇനി എങ്ങനെ അവരോട് ഈ രാധികനോട് ഞാൻ നിൻ്റെ അമ്മയാണ് ഞാനെന്ന് പറയാന്നുള്ള എല്ലാ ധൈര്യം എനിക്ക് ചോർന്നു പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു വേഷം കെട്ടിയതെന്നും ഞാനിങ്ങനെ ഈ വേഷത്തിൻ്റെ മറവിൽ അവളെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഈ ശ്യാം അങ്ങനെ പറഞ്ഞ് കരയാണ്. അപ്പോൾ ആ ശ്യാമയുടെ നിസ്സഹായാവസ്ഥയാണ് അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. കണ്ണിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വരുന്നൊരു ഭാഗങ്ങളൊക്കെയാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ കിട്ടി, ആ നഷ്ടപ്പെട്ട കുഞ്ഞിനെ അവസാനം തിരിച്ച് കിട്ടുമ്പോൾ ആ കുഞ്ഞ് അമ്മനെ വെറുത്ത് പോയി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു വികാരമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ വികാരത്തിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തുന്ന സമയത്ത് ശ്യാമക്ക് വീണ്ടും ക്ഷീണം വന്ന് അങ്ങ് വീഴാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആരതിയും ഏടത്തിയും വരുണും കൂടി നേരെ ശ്യാമയുടെ അടുത്ത് ഓടി വന്ന് അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ കൊടുത്ത് അവരെ റിലാക്സ് ആക്കുകയാണ്. എന്നിട്ട് അവസാനം വരുണ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ടെൻഷനാകൊന്നും വേണ്ട, ഇങ്ങനെ ഇതുവരെയുള്ള നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വെച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും, നിങ്ങളുടെ വേദനയെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു അമ്മ മകൾ ബന്ധം എന്താണെന്നൊക്കെ എനിക്ക് കറക്റ്റ് അറിയാം, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും എനിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂട്ടി ഒരുമിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ തന്നെ അത് ചെയ്തിരിക്കും. നിങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെ അകന്ന് താമസിക്കേണ്ടി വരത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വരുണ് അവരെ കൂടെ തന്നെ നിന്നിങ്ങനെ പറയാണ്. അപ്പോൾ വരുണുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ടൊക്കെ വേണമെങ്കിൽ ശ്യാമക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യം പറയാൻ തന്നെ ഒരാളുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണല്ലോ. അപ്പോൾ ശ്യാമക്കും അമൃതേടത്തിക്കും ആരതിക്കും ഒക്കെ ഇവൻ്റെ ഒരു സംസാരവും ആ ഒരു സപ്പോർട്ടും ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. പിന്നെ എന്തായാലും അതവിടെ തീർന്ന്. പിന്നെ കണിമംഗലത്ത് നമ്മുടെ കൽപ്പനക്കും ഉർവശിക്കും 8ൻ്റെ പണി ജയഭാരതി മുത്തശ്ശി കൊടുത്തിരിക്കുകയാണ്. ഈ ആട്ടുകല്ലിൽ അരച്ച് അവരുടെ കൈയൊക്കെ ആകെ ചുവന്ന് തൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഈ ജയഭാരതി മുത്തശ്ശി ഇനി എന്നും ആട്ടുകല്ലിൽ ഇവരെ കൊണ്ട് തന്നെ അരപ്പിച്ചാൽ മതി എന്നുള്ള ഒരു ഓർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇവർ ടേബിളിൽ വന്ന് അങ്ങനെ കൈ ആകെ ചുവന്ന് തുടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരവിടെ ഇരുന്ന് അങ്ങനെ മേലുവേദനിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേദന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ടേബിളിൻ്റെ അടുത്ത സൈഡിൽ ഇരുന്നിട്ട് നമ്മുടെ രാധികയും പത്മിനിയും കൂടിയിട്ട് ഇങ്ങനെ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കി ഒരു ബോട്ടിൽ ഇങ്ങനെ നിറക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, അയ്യോ എൻ്റെ കൈയൊക്കെ ആകെ ചുവന്ന് തുടുത്തു, എനിക്കൊന്നിനും വയ്യ, എൻ്റെ ഊരവേദനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന ഉർവശിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കൽപ്പന ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ഈ ബോട്ടിൽ ഇങ്ങനെ ഗുലാബ് ജാമുൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, അല്ല രാധിക നീ ആർക്കാണ് ഇത്രയും തോനെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അപ്പോൾ എല്ലാവർക്കും എടുത്ത് വെച്ച് ബാക്കിയുള്ളത് ഞാൻ കുറച്ച് പിതാമേടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൽപ്പന അവളുടെ ആ വൃത്തികെട്ട സ്വഭാവം അവിടെ പുറത്തെടുക്കണം. അവൾ പറയുന്നുണ്ട്, ആഹാ എന്തൊരു സ്നേഹമാണ്, ഇവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ അങ്ങോട്ട് കള്ളക്കടത്ത് നടത്താൻ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ഇവൾ പറയാണ്. അവൻ പത്മിനി അറിയുന്നുണ്ട്, കൽപ്പന നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, അവളുടെ സ്വന്തം അമ്മയായിട്ട് കരുതുന്ന ഒരു സ്ത്രീയാണ് ഫിദ മേഡം, അവരെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ അവർ കൊണ്ടു കൊടുത്തോട്ടെ, അതൊക്കെ ഒരു സ്നേഹമല്ലേ എന്നൊക്കെ ഇങ്ങനെ പത്മിനി പറയാണ്. അവൻ ഇവർ പറയുന്നുണ്ട്, ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ ആക്കി സംസാരിക്കണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അവൾ അമ്മയെപ്പോലെ കരുതുന്ന ഒരു സ്ത്രീയാണ്, ഇനി നിങ്ങൾ അങ്ങനെ ഒന്നും സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അമ്മയെപ്പോലെ ഇവൾ അല്ലെങ്കിലും എന്തിനാ ഈ ഫിദ മേഡത്തിനൊക്കെ കയറി അമ്മയെന്നൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അത് പിന്നെ യശോദാമ്മയെ പോലെ തന്നെയാണ് എനിക്ക് ഫിദയും, അതുകൊണ്ടാണ് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, അത് ശരിയാണ്, സ്വന്തമായിട്ട് അമ്മ ഇല്ലാത്തവർക്ക് പിന്നെ കണ്ണി കാണുന്നവരൊക്കെ പിന്നെ അമ്മ എന്നൊക്കെ വിളിക്കാല എന്നൊക്കെ പറയുമ്പോൾ പത്മിനിക്ക് നല്ല ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പത്മിനി അവൾ ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, അത് പിന്നെ ശരിയല്ലേ, നമുക്കൊക്കെ അമ്മമാരുള്ളതുകൊണ്ട് നമ്മൾ അമ്മനെ മാത്രം അമ്മ വിളിക്കുന്നത്, ഇവള് കണ്ടില്ലേ കാണുന്നവരൊക്കെ കയറി അമ്മ എന്നങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ജയഭാരതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നിരിക്കുകയാണ്. ജയഭാരതി മുത്തശ്ശി ഈ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. കാരണം മുത്തശ്ശിക്ക് നമ്മുടെ രാധികനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് വേദനിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ 8ൻ്റെ പണി അവർ തിരിച്ച് കൊടുത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ഇങ്ങനെ പറയില്ലേ, അല്ല ഇവർ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ, എന്തായാലും നിങ്ങൾ ഇന്ന് ആട്ടുകല്ലിലൊക്കെ അടിച്ച് നല്ല ക്ഷീണിച്ചിരിക്കല്ലേ, നമ്മുടെ ടെറസിൽ ഭയങ്കര പൂപ്പലും ഇതൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതൊക്കെ പോയി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അയ്യോ മുത്തശ്ശി ഞങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അറിയണ്ട, അതിന് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, സോപ്പ് ഉപയോഗിച്ചാലല്ലേ നിങ്ങൾക്ക് അലർജി ഉള്ളൂ, അത് സോപ്പൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഒരച്ച് ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് മാത്രം കഴുകി വൃത്തിയാക്കിയാൽ മതി, അതും ഗ്ലാസ് പോലെ തിളങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചെയ്തോളം ക്ഷീണമാണ് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയാണ്. അപ്പം ചേവാർത്തി മുത്തശ്ശി അറിയുന്നുണ്ട്, ഓ നിങ്ങൾക്ക് പിന്നെ ഈ രാധികനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ഭയങ്കര ഉഷാറായിരുന്നല്ലോ, ഇനി എൻ്റെ രാധിക മോളെ എങ്ങനെ വേദനിപ്പിച്ചാൽ നീ അവരുടെ അമ്മനെ കുറ്റം പറയല്ലേ, അവളുടെ അമ്മനെ എങ്ങനെ നോവിച്ചാൽ ഞാൻ ഇങ്ങനെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്യണേ. അപ്പോൾ രാധികയാണെങ്കിൽ അതുവരെ സ്ട്രോങ് ആയി നിന്നിരുന്ന അമ്മനെ പറ്റി കറിഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ അവളാകെ വീക്കായി ഭയങ്കര സാഡായി നിൽക്കുന്നൊക്കെ ഉണ്ട്. അതെന്തായാലും ജയഭാരതി മുത്തശ്ശി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ഒരു റിയാക്ഷൻ അവരോട് നടത്തുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നാട്ടി ഓടിക്കുകയാണ്, വേഗം ടെറസ് പോയി ക്ലീൻ ചെയ്യുന്ന നല്ല വൃത്തിയും വെടിപ്പുമായിട്ട് തന്നെ ആ ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങണം, അതുവരെ നിങ്ങൾ രണ്ടുപേരും പോയി ഒലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് 8ൻ്റെ പണി വീണ്ടും കൊടുത്തിരിക്കുകയാണ്. അതൊരു ക്ഷീണം മാറാതെ തന്നെ അടുത്ത പണി നമ്മുടെ മുത്തശ്ശി കൊടുത്ത് അവരെ ആട്ടി ഓടിക്കാന്ന്. ജയഭാരതി മുത്തശ്ശി അവളോട് വന്ന് പറയുന്നുണ്ട്, എന്തിനാടി നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, നീ ഭയങ്കര സ്ട്രോങ് ആയിരുന്നല്ലോ, പെട്ടെന്ന് നീ എത്ര അമ്മേനെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ വീക്കായി പോയത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ സ്ട്രോങ് ആണ്, പക്ഷേ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴാണ് എത്ര വീക്കായി പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെയാണ് എപ്പിസോഡ് കഴിയുന്നത്. ഇനി വേണമെങ്കിൽ വരുണ് ഇവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു വർക്കിലായിരിക്കും. അപ്പോൾ മിക്കവാറും നമുക്ക് ഈ ശ്യാമനെ രാധികനെയും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് ആ ഒരു അമ്മയും മകളും ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് ഉടനെ തന്നെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഇവരുടെ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും എത്രയും പെട്ടെന്ന് അവരൊന്ന് ഒരുമിച്ച് കണ്ടാൽ മതിയായിരുന്നു. കാരണം അത്രയും ഇമോഷണലി ഭയങ്കരമായിട്ട് സങ്കടം വരുന്നൊരു ഭാഗങ്ങളൊക്കെ ആയിരുന്നു. ആ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശ്യാമനോട് ഭയങ്കരമായിട്ട് എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹം വരുന്ന പോലെ അങ്ങനെ തോന്നുന്നു. കാരണം അതിനർത്ഥം അവരുടെ അഭിനയം അത്രയും പെർഫെക്ഷനിൽ നിന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡ് ആയിട്ട്